പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെ നേരിടുകയാണ്. മാത്രമല്ല സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ അവേ മത്സരം കൂടിയാണ് നാളെ നടക്കാനായിട്ട് പോകുന്നത്. ആ ഒരു മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയൻ ലൂണ കളിച്ചേക്കില്ല എന്നാണ് കോച്ച് മിഗൽ സെഹ്റെ വ്യക്തമാക്കുന്നത്. ഈ ഒരു സീസണിൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാൻ ലൂണയ്ക്ക് സാധിച്ചിട്ടില്ല. ലൂണ നിലവിൽ ടീമിനോടൊപ്പം ട്രെയിനിങ് എല്ലാം നടത്തുന്നതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്ന് കോച്ച് പറഞ്ഞിരുന്നു. എന്നാൽ പോലും താരം ഫുൾ ഫിറ്റ്നസ് വീണ്ടെടുക്കാത്തത് കൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ലൂണ അവൈലബിൾ ആയിരിക്കില്ല. മാത്രമല്ല അഡ്രിയൻ ലൂണ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് അസുഖം വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനിപ്പോൾ ട്രെയിനിങ് എല്ലാം പതിയെ നടത്തി തുടങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ വരും മത്സരങ്ങളിൽ ഞാൻ അവൈലബിൾ ആകുമെന്നും ലൂണ പറഞ്ഞിരുന്നു. മാത്രമല്ല അഡ്രിയൻ ലൂണയോട് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു സീസണിലെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ് എന്നുള്ളത്. ലൂണയുടെ മറുപടി എങ്ങനെയായിരുന്നു, എല്ലാ ടീമുകളെയും നേരിടുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ബംഗളൂരു എഫ്സിക്കെതിരെയുള്ള മത്സരം വരുമ്പോൾ തീർത്തും വ്യത്യസ്തമായാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത്. ഇത്തവണയും ഞങ്ങൾ ഏറ്റുമുട്ടും, അത് തീർത്തും ആവേശകരമാകുമെന്നാണ് ക്യാപ്റ്റൻ ലൂണ പറയുന്നത്. ബംഗളൂരു എഫ്സിക്കെതിരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഒക്ടോബർ 25-നാണ്. അപ്പോഴേക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയൻ ലൂണ മാച്ച് ഫിറ്റ്നസ് എല്ലാം വീണ്ടെടുക്കുകയും ചെയ്യും. എന്നിരുന്നാലും ലൂണയുടെ വാക്കുകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നാളത്തെ നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരുപാട് മാറ്റങ്ങളൊന്നും ഉണ്ടായേക്കില്ല. അഡ്രിയൻ ലൂണ നാളത്തെ മത്സരത്തിലും കളിക്കാൻ ചാൻസ് കുറവായതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിലെ അതേ ലൈനപ്പ് തന്നെയായിരിക്കും നാളത്തെ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ളത്. പെപ്പർ പോലത്തെ താരങ്ങളെല്ലാം നാളത്തെ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിലായിരിക്കും ഇറങ്ങിയേക്കുക. കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായി വന്ന പെപ്പർ വലിയൊരു ഇമ്പാക്ട് തന്നെയായിരുന്നു മത്സരത്തിൽ ഉണ്ടാക്കിയത്. മറുഭാഗത്ത് നോർത്ത് ഈസ്റ്റ് ആവട്ടെ ശക്തരായിട്ടുള്ള ടീം തന്നെയാണ്. 2 മത്സരങ്ങൾ കളിച്ച നോർത്ത് ഈസ്റ്റ് ഒരു മത്സരത്തിൽ വിജയിക്കുകയും ഒരു മത്സരത്തിൽ പരാജയപ്പെടുകയും ചെയ്തു. നോർത്ത് ഈസ്റ്റിന്റെ താരങ്ങളെല്ലാം പ്രത്യേകിച്ച് ഇന്ത്യൻ താരങ്ങളെല്ലാം മികച്ച ഫോമിൽ തന്നെയാണ് ഉള്ളത്. നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.